ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ്. ഓക്കെ, അഡോളസൻസിനെ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ബാക്ക് ടു ബാക്ക് വീഡിയോ ചെയ്യുന്നതാണ്. കുറച്ചും ഒരു ഹിന്ദി ഇപ്പോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേ ഉള്ളൂ, അപ്പോൾ തന്നെ നമ്മൾ സൈക്കോളജിയിലേക്ക് മാറി. സോ എനിവേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാം. നമുക്ക് സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒത്തിരി മെത്തേഡ്സ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനൊക്കെ ഒത്തിരി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നു അതിന്. ഓക്കെ, അതും ഇതും ഏകദേശം സിമിലർ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് അഡോളസൻസിനെ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂമറസ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടിട്ടിലെ ഒരു ടോപ്പിക്ക് കൂടിയാണ്. ആൻഡ് ഫസ്റ്റിലെ തന്നെ ഞാനതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോസ്റ്റായിട്ട് ഇപ്പം ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു സ്ക്വയർ പോസ്റ്റായിട്ട്. അപ്പോൾ അത് ഒറ്റ നോട്ടിൽ നിങ്ങൾക്ക് ആ ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഇത് ആഡ് ചെയ്തത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് പുറകിലുണ്ട്, മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് മെത്തേഡ്സ് ആണ് ജനറലി നമ്മൾ പറയുമ്പോൾ, ഒബ്സർവേഷൻ മെത്തേഡും എക്സ്പോസിഷൻ മെത്തേഡ്സും. ഓക്കെ, ഒബ്സർവേഷൻ മെത്തേഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഒബ്സർവ് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ എന്താണ് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് എക്സ്പോസിഷൻ മെത്തേഡാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നോളജ് വേണമെങ്കിൽ നമ്മൾ ഈ എക്സ്പോസിഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 12 മെത്തേഡ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ അത്യാവശ്യം വേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറയുകയാണെങ്കിൽ അഡോളസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ബ്രിഡ്ജ് പീരീഡാണ് ചൈൽഡ്ഹുഡിൻ്റെയും അഡൽട്ട്ഹുഡിൻ്റെയും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ആ മെത്തേഡ്സ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവേഷൻ മെത്തേഡും എക്സ്പോസിഷൻ മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ 12 എണ്ണമാണ് നോക്കാൻ പോകുന്നത്. ആ ഡിഫറൻസ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് എ ടെക്നിക്ക് യൂസ്ഡ് ഇൻ സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സ് ഫോർ സ്റ്റഡിയിങ് ദ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ്. അതായത് ഒരു വ്യക്തിയുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് അഡോളസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എക്സ്പീരിയൻസ്, ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ തന്നെ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ടെക്നിക്കാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യാം. ഇൻട്രോസ്പെക്ഷൻ ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽ എക്സാമിനിങ് ആൻഡ് റിപ്പോർട്ടിങ് ദെയർ ഓൺ. അതായത് നമ്മളുടെ തന്നെ തോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻട്രോസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തോട്ട്സ്, ഫീലിങ്സ്, സെൻസേഷൻസ് ഒക്കെ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് ദാറ്റ് ആർ നോട്ട് ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ബൈ അതേഴ്സ്. ഓക്കെ, അതായത് എൻ്റെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു സംഭവം കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എനിക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മറ്റുള്ളവരെന്താണ് അവരുടെ ഒപ്പീനിയനാണ് അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ അയാളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യിപ്പിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇത്ര ഓർത്തിരുന്നാൽ മതി. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു ഈ മെത്തേഡിൽ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇതിൻ്റെ ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം വൂണ്ട്. ഓക്കെ, നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. സിമ്പിളായിട്ടാണ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അതായത് അഡോളസൻസിനെ ഒബ്സർവ് ചെയ്യുക, അവരുടെ ബിഹേവിയർ, ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് എന്താണ് മെത്തേഡ്സ് ഓഫ് അഡോളസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡോളസൻസിനെ പഠിക്കാൻ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ മെത്തേഡ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവർ ഒബ്സർവ് ചെയ്യുന്നു, അതിലൂടെ നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. മീൻസ് അവരുടെ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഓൺ അഡോളസൻസ്,
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒബ്സർവ് ചെയ്യുന്നില്ല, സിമ്പിളാണ്, ഒബ്സർവ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിമെൻ്റൽ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എക്സ്പീരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നു ഈ റിസർച്ച് ചെയ്യുന്ന ആൾ. ഓക്കെ, അതായത് കുറേ വേരിയബിൾസിനെയൊക്കെ മാറ്റിയിട്ട് വേരിയബിൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് മൈ ഇൻവെസ്റ്റിഗേറ്റ് ദ എഫക്ട്സ് ഓഫ് പീർ പ്രഷർ ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് അത് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്പീരിമെൻ്റ് കൂടിയാണ്. ഇപ്പം ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹയർ സ്റ്റഡീസിനൊരു കോഴ്സ്, ഇപ്പോൾ സപ്പോസ് ഞാൻ അഡോളസൻ്റ് ആണ്, ഞാൻ ഹയർ സ്റ്റഡീസിനൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും പീർ പ്രഷർ വരും. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് സ്റ്റഡി ചെയ്യാം നമുക്ക്. അതൊരു പ്രോബ്ലമാണ് ശരിക്കും, അത് എത്രത്തോളം ഉണ്ടെന്ന് സ്റ്റഡി ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷന് വേണ്ടി നമുക്ക് എക്സ്പീരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ്പീരിയൻസ് മൈ ഇൻവെസ്റ്റിഗേറ്റ് ദ എഫക്റ്റ് ഓഫ് പിയർ പ്രഷർ ഓൺ ഡിസിഷൻ മേക്കിംഗ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ ഒരു അഡോളസൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ എക്സ്പീരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടാമത്തേനകത്തും ഒന്നുകൂടി ഇത് വരുന്നുണ്ട്. മീൻസ് ഇപ്പം നമ്മൾ പറയുന്ന എന്താണ് ഒബ്സർവേഷണൽ മെത്തേഡ്സ് ആണ്. 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫീൽഡ് സ്റ്റഡി മെത്തേഡ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ റിയൽ വേൾഡിൽ പോയിട്ട് അവിടെയുള്ള സിറ്റുവേഷനിൽ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾസിൽ, കമ്മ്യൂണിറ്റീസിൽ, യൂത്ത് ഓർഗനൈസേഷൻസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അഡോളസൻസിനെ കുറിച്ച് അവരുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഫീൽഡ് സ്റ്റഡി മെത്തേഡിൽ. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എവിടെ പോയി കണ്ടില്ലല്ലോ. ഓക്കെ, ഒബ്സർവേഷൻ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡിൽ എക്സ്ട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തേത്. ഓക്കെ, എനിവേസ് നമ്മളിനി അടുത്തത് എക്സ്പോസിഷൻ മെത്തേഡ്, അതായത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അതിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതൊരു 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്, ഒരു എന്തിനെക്കുറിച്ചെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ആവാം, അവരെക്കുറിച്ച് നമ്മൾ ഡെപ്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, അതായത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ബാക്ക്ഗ്രൗണ്ട്സ്, എക്സ്പീരിയൻസസ്, ബിഹേവിയേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ കേസ് സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അത്ര ഓർത്താൽ മതി കേസ് സ്റ്റഡി മെത്തേഡിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ കേസ് സ്റ്റഡി മെത്തേഡിന് വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഓരോ സൈക്കോളജിക്കൽ ഇതിനകത്ത് ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഓരോ ഇതും ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സർവേ മെത്തേഡ്. സർവേ മെത്തേഡിനകത്ത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിനെയേഴ്സ്, അതായത് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ അഡോളസൻസിന് ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ്. ഓക്കെ, ഇതിപ്പോൾ എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക് ഇൻക്ലൂഡിങ് ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, എക്സ്പീരിയൻസസിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ പ്രോപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല, പക്ഷെ നമുക്കിത് കണ്ടക്ട് ചെയ്തിട്ട് അഡോളസൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റും, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയറിങ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് അഡോളസൻസ് ബേസ്ഡ് ഓൺ വേരിയബിൾസ്, അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പിലുള്ള അഡോളസൻസിനെ കമ്പയർ ചെയ്യുന്നൊരു സംഭവമാണ്. ഏജ്, ജെൻഡർ, അതായത് ഇപ്പോൾ എന്താണ്, ഒരു അഡോളസൻ ഏജിലുള്ള ബോയ്സിനെ ഗേൾസിനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഓരോ സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, വേരിയബിൾ ഇപ്പോൾ ഏജ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം, ജെൻഡർ വെച്ച്, കൾച്ചർ വെച്ച്, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ സിമിലാരിറ്റീസ്, ഡിഫറൻസസ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്കൊരു റിസർച്ച് നടത്താം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഡോളസൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഈ വഴി സ്റ്റഡി ചെയ്യാൻ പറ്റും.
ഇതാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കോ അനലിറ്റിക് മെത്തേഡാണ്. ഓക്കെ, സൈക്കോ അനലിറ്റിക് തിയറിയിൽ ഉദ്ദേശിക്കുന്ന അൺകോൺഷ്യസ് മോട്ടിവേഷനാണ്. ഓക്കെ, അതായത് കോൺഷ്യസ് അല്ലാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻസ്, പിന്നെ ഡിഫൻസ് മെക്കാനിസംസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അതാണ് സൈക്കോ അനലിറ്റിക് തിയറിയിൽ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് ഡ്രീം അനാലിസിസും ഫ്രീ അസോസിയേഷനും. ഓക്കെ, അൺകോൺഷ്യസ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഒരു ബോധപൂർവമല്ലാത്ത മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മീൻസ് നമ്മളുടെ കൺട്രോളിലല്ലാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷനെ കുറിച്ചും അങ്ങനെയുള്ള ആ ഒരു അഡോളസൻറ്റ് ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി സൈക്കോ അനലിറ്റിക് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സൈക്കോ അനലിറ്റിക് തിയറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് ഡ്രീം അനാലിസിസും ഫ്രീ അസോസിയേഷനും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ഫോക്കസ് ചെയ്ത് നമ്മൾ വേറെ വീഡിയോ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെത്തേഡ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻട്രോസ്പെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമ്മളത് മാത്രം കൺസിഡർ ചെയ്ത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ മെത്തേഡ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ എന്താണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന വഴി നമുക്ക് ഒരാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, എക്സ്പീരിയൻസസ് ഇൻ ഡെപ്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതും ഒരു നല്ലൊരു മെത്തേഡാണ് അഡോളസൻസിനെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് നമ്മൾ ടെലഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മീൻസ് ടെലഗ്രാമിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ ഒത്തിരി നോട്ട്സ് ചിലപ്പോൾ പുറകിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഫയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാം, കാരണം നമ്മൾ ഈ വീഡിയോ കുറേ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക് മെത്തേഡാണ്. മീൻസ് ജനറ്റിക് സ്റ്റഡീസ് യൂസ് ചെയ്തിട്ട്, അതായത് ജനറ്റിക്സിൻ്റെ റോള് അഡോളസൻ്റെ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ജനറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റോൾ ഓഫ് ജനറ്റിക്സ് ഇൻ അഡോളസൻ ഡെവലപ്മെൻറ്റ് ഷോർട്ട് നോട്ടാണ്, നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നെക്സ്റ്റ് ആണ് എക്സ്പീരിമെൻ്റൽ മെത്തേഡ്. മീൻസ് എന്താണ് എക്സ്പീരിമെൻ്റൽ മെത്തേഡ്? നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുപോലെ തന്നെയാണ്. മീൻസ് എക്സ്പീരിമെൻറ്റ്സ് നടത്തി അഡോളസൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, അതായത് ക്ലിനിക്കൽ മെത്തേഡ്സ് അവരുടെ ഹെൽത്ത് ഡിസോർഡേഴ്സ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ബിഹേവിയറൽ പ്രോബ്ലംസിനെ കുറിച്ച് അസസ് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ സ്റ്റഡീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തെറാപ്പി, അതുപോലെ തന്നെ ഇൻ്റർവെൻഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് മീൻസ് അഡോളസൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ സൈക്കോളജിക്കൽ ചലഞ്ചസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, തെറാപ്പി അടക്കം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിനിക്കൽ സ്റ്റഡീസ് യൂസ് ചെയ്യുന്നു. ക്ലിനിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ആ സ്റ്റഡി വഴി അഡോളസൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ജനറലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്ത ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ എന്താണ് ഈ മെത്തേഡ്സുകളുടെ ഒക്കെ വഴിക്ക് നമുക്ക് അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും, ആ സ്റ്റഡി ചെയ്ത പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതുവഴി അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് ലൈഫിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെത്തേഡ്സിൻ്റെ പേരൊന്നുകൂടി നോക്കാം. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 12 നമ്മൾ ഡിസ്കസ് ചെയ്തു. 2ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു, ഒബ്സർവേഷനും എക്സ്പോസിഷനും. ഒബ്സർവേഷനിൽ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, എക്സ്പോസിഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. ഒബ്സർവേഷനിൽ വരുന്ന മെത്തേഡ്സാണ് ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്ട്രോസ്പെക്ഷൻ മെത്തേഡ്, എക്സ്പീരിമെൻ്റൽ മെത്തേഡ്, ഫീൽഡ് സ്റ്റഡി മെത്തേഡ്. മീൻസ് ആ പേര് കേൾക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് എക്സ്പോസിഷൻ മെത്തേഡിൽ കേസ് സ്റ്റഡി വരുന്നുണ്ട്, സർവേ മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡ്, സൈക്കോ അനലിറ്റിക് മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ജനറ്റിക്, എക്സ്പീരിമെൻ്റൽ, ക്ലിനിക്കൽ. ഓക്കെ, ഇതിനകത്ത് ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ഡെഫിനറ്റ്ലി ആണ് ഇൻട്രോസ്പെക്ഷൻ. നമ്മളത് ഫോക്കസ് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ഉടൻ തന്നെ ചെയ്യും. ഓക്കെ, മീൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിത് കാണുമ്പോഴത്തേനും. സോ ഈ വീഡിയോയിൽ ഇത്രയായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.